എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. നമസ്കാരം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിർണായകമായ അറസ്റ്റുകൾ CBI നടത്തിയ വാർത്താ ദിനമായിരുന്നു ഇന്ന്. CPIM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 5 ജില്ലാ നേതാക്കൾ ഇന്ന് പിടിയിലായി. CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടി. അതേസമയം കൊട്ടിയൂർ പീഡന കേസ് പ്രതി റോബിൻ വടക്കുംചേരിയുടെ ശിക്ഷയിൽ ഹൈക്കോടതി ഇളവ് നൽകി 20 വർഷം തടവ് ശിക്ഷ 10 വർഷമാക്കി കുറച്ചു. പിഴയൊടുക്കേണ്ട തുക 1 ലക്ഷമാക്കിയും കുറച്ചു. വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ പള്ളികളിൽ ബോധവത്കരണം നടത്താനുള്ള മുസ്ലിം ലീഗ് നീക്കം വിവാദത്തിലായി. അത്യന്തം അപകടകരമായ നീക്കമെന്ന് CPIM പ്രതികരിച്ചു. വിവാദമായ 3 കാർഷിക നിയമങ്ങളും റദ്ദാക്കാനുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. പെട്രോളിയം ഉത്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തില്ല എന്ന GST കൌൺസിൽ തീരുമാനം കോടതിയെ അവർ അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വീണ്ടും 142 അടിയാകുന്നു. കേരളം ഉന്നതാധികാര സമിതിക്ക് കത്തയച്ചു. ഏറെ സമ്പന്നമായ മറ്റൊരു വാർത്താ ദിനം കൂടി കടന്നു പോവുകയാണ്. ഈ വാർത്തകളെല്ലാം വിശദമായി പരിശോധിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റിന്റെ സമയമാണ്. ഇനി വരുന്ന 1 മണിക്കൂർ നമ്മൾ ആരംഭിക്കുകയാണ് ന്യൂസ് നൈറ്റ്. സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി മാറ്റിയ ആ വാർത്തയിലേക്കാണ് ന്യൂസ് നൈറ്റ് തുടങ്ങുന്നത്. ആ വാർത്തയിലാണ് ന്യൂസ് നൈറ്റ് തുടങ്ങുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 5 CPIM പ്രവർത്തകർ CBI അറസ്റ്റിലായി. ആദ്യം തലക്കെട്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 5 CPIM പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതികൾ നാളെ എറണാകുളം CJM കോടതിയിൽ ഹാജരാകും. ഗൂഢാലോചനയുടെ ഭാഗമായ നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്ന് കൃപേഷിന്റെ കുടുംബം. അന്വേഷണം CPIM ഉന്നതരിലേക്ക് എത്തുമെന്ന് K. സുധാകരൻ. ഫെബ്രുവരി 17 ഈ പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. എങ്ങനെയാണ് ഈ കേസിന്റെ നാൾ വഴി, പിന്നീട് എത്തരത്തിലേക്കാണ് ഇതിന്റെ നിയമ പോരാട്ടം നടന്നത്? നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിക്കുകയാണ്. 2019 കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഫെബ്രുവരി 19 ആകുമ്പോൾ CPIM ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആദ്യ അറസ്റ്റ്. പിന്നീട് ഫെബ്രുവരി 20 CPIM പ്രവർത്തകൻ സജി C. ജോർജിനെയും അറസ്റ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 21 ആകുമ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ഒപ്പം 5 CPIM പ്രവർത്തകർ കൂടി അറസ്റ്റിലാകുന്നു. പിന്നീട് 2019 മെയ് 14 ആകുമ്പോഴേക്കും CPIM ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അറസ്റ്റിലാകുന്നു. മെയ് 20 അന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു. ജൂലൈ 17 കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസിന്റെ വിചാരണ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2019 സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടു. അത് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കുന്ന തീരുമാനം. ഒപ്പം തന്നെ അന്വേഷണം CBIക്ക് കൈമാറാനുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനം ആ ദിവസം ഹൈക്കോടതി കൈക്കൊണ്ടു. 2019 തന്നെ ഒക്ടോബർ 24 ആകുമ്പോൾ CBI FIR രജിസ്റ്റർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2019 ഒക്ടോബർ 26 ആകുമ്പോൾ അന്വേഷണം CBIക്ക് വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ നൽകുകയും ചെയ്യുന്നു. പിന്നീട് 29 തീയതിയാകുമ്പോൾ CBIക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇല്ല എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം കോടതിയിൽ നിന്ന് വരുന്നു. ഒപ്പം തന്നെ കേസ് ഡയറി ഹാജരാക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുകയും ചെയ്യുന്നു. പിന്നീട് തൊട്ടടുത്ത വർഷം 2020 ജാനുവരി 8 10 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 2020 തന്നെ ഓഗസ്റ്റ് 25 ആകുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു. സെപ്റ്റംബർ 12 ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. വലിയ വിവാദമാക്കിയ ഒരു നടപടി, ഒട്ടേറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയ സർക്കാരിന്റെ നടപടി. കൊല്ലപ്പെട്ട അവരുടെ മാതാപിതാക്കളും സുപ്രീം കോടതിയിലേക്ക് ഇതേ ഘട്ടത്തിൽ തന്നെ കടന്നു ചെല്ലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 2020 ഡിസംബർ 1 ആകുമ്പോൾ സർക്കാരിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് വരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ട ഒരു സംഭവം. ഏറ്റവും ഒടുവിലായി 1 വർഷത്തിനു ശേഷം, അതായത് 2021 ഡിസംബർ 1 ഇന്ന് 5 CPIM പ്രവർത്തകരെ CBI അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത. ഇപ്പോൾ പ്രാദേശിക നേതാക്കളെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും കൂടുതൽ ഉന്നതരിലേക്ക് ഈ കേസ് അന്വേഷണം ചെല്ലേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ വരികയും ചെയ്തു. ഇന്ന് അറസ്റ്റിലായ 5 പ്രാദേശിക നേതാക്കൾക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് CBI, അതുകൂടി നമുക്ക് പരിശോധിക്കാം. ഇവർ
കൊലപാതകത്തിനായി ഗൂഢാലോചന നടത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റം CBI ചുമത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതികൾക്കുള്ള ആയുധങ്ങൾ നൽകിയതും ഈ ആളുകളാണ് എന്ന കണ്ടെത്തൽ CBI നടത്തിയിരിക്കുന്നു. ആയുധം മാത്രമല്ല, പ്രതികൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനവും ഏർപ്പാടാക്കി നൽകിയത് ഈ നേതാക്കളാണ്. ഒപ്പം തന്നെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൃത്യമായ യാത്രാപഥം, അതായത് അവരുടെ സഞ്ചാര വഴി റൂട്ട് എപ്രകാരമാണ് എന്നത് പ്രതികളെ അറിയിച്ചതും ഈ നേതാക്കളാണ്. അത്തരത്തിൽ ഈ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട കൊലപാതകത്തിൽ എന്നതാണ് CBIയുടെ കണ്ടെത്തൽ. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി 24 പ്രതിനിധി അർജുൻ മട്ടന്നൂറാണ് ചേരുന്നത് ന്യൂസ് നൈറ്റിൽ. അർജുൻ, ഗുഡ് ഈവനിംഗ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം റദ്ദാക്കി CBI അന്വേഷണം വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടക്കം മുതൽ തന്നെ CPIM എതിർത്തിരുന്നു. ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോയി സർക്കാരിന് അവിടെയും വലിയ തിരിച്ചടി നേരിട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 5 പ്രാദേശിക നേതാക്കൾ അറസ്റ്റിലാകുമ്പോൾ അത് സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? ഒപ്പം മുതിർന്ന നേതാക്കളിലേക്ക് അന്വേഷണം എത്തണമെന്ന് കൂടി കോൺഗ്രസ് പറയുന്ന സാഹചര്യത്തിൽ അനുജ, പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരും CPM-ഉം തിരിച്ചടികൾ നേരിടുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന CBIയുടെ നടപടി. ഈ കൊലപാതകം ഉണ്ടായതിന് പിന്നാലെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നും CPM-ന്റെ ഉന്നത നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്നൊരു ആരോപണം കോൺഗ്രസും അതിനോടൊപ്പം ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബവും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഉദുമ MLA ആയിരുന്ന K കുഞ്ഞിരാമിൻ്റെയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VPP മുസ്തഫയുടെയും അറിവോടെയാണ് ഈ കൊലപാതകം നടന്നത് എന്നൊരു ആരോപണമായിരുന്നു ഉയർന്നിരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച CPM ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലും അംഗീകരിച്ചിരുന്നില്ല. ചില പ്രാദേശിക വിഷയങ്ങളും വ്യക്തിവിരോധവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു നിലപാടാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വമടക്കം സ്വീകരിച്ചിരുന്നത്. ഈ നിലപാടിന് ബലം നൽകുന്നതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന അന്വേഷണവും. ആദ്യം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ഈ അന്വേഷണത്തിലെല്ലാം തന്നെ ഇത്തരമൊരു കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച ക്രൈംബ്രാഞ്ചും ഇതൊരു വ്യക്തിവിരോധം കാരണമുണ്ടായ കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് എത്തിയത്. എന്തായാലും CBI അന്വേഷണം വേണം എന്നും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യം സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം അംഗീകരിച്ചു. അതിനുശേഷം സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. അതിനുശേഷം സംസ്ഥാന സർക്കാരാണ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. അവിടെയും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അതിനുശേഷം CBI അന്വേഷണം ഏറ്റെടുത്തെങ്കിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈംബ്രാഞ്ച് CBIക്ക് നൽകാത്തതുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഫയലുകൾ പോലും കൈമാറിയിരിക്കുന്നത്. അന്വേഷണം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ പ്രതികളെ പിടികൂടാനായത് CBIക്ക് ഒരു നേട്ടമായി തന്നെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് നേരത്തെ ലോക്കൽ പോലീസും അതിനോടൊപ്പം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത പ്രതികളെയാണ് ഇപ്പോൾ CBI പിടികൂടിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ പോലും കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമോ എന്നൊരു ആശങ്ക CPM-ന് ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് നാളെ CBI കോടതിയിൽ സമർപ്പിക്കും. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിനും ഒപ്പം CPM-നും ഒരുപോലെ തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ 2019 ഫെബ്രുവരിയിലാണ് ഈ കൊലപാതകം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അടക്കം UDF ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയിരുന്നു. അന്നെല്ലാം തന്നെ CPM നേതൃത്വത്തിൻ്റെ പങ്കോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നൊരു ആരോപണമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും UDF-ഉം മറ്റും ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങളെയും കൂടുതൽ ശരിവെക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ CBI എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് അർജുൻ. റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് ഇനി പറയാനിരിക്കുന്നത്, അതിലെ പരാമർശങ്ങൾ എന്തായിരിക്കും എന്നത് നിർണായകമാണ്. ഒപ്പം തന്നെ CPIM-ന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണത്തിന് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മുല്ലപ്പെരിയാറിൽ വീണ്ടും ജലനിരപ്പ് 142 അടിയായിരിക്കുന്നു. ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളം ഈ സാഹചര്യത്തിൽ. ഈ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം വാർത്താ തലക്കെട്ട്.
മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്താൻ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളം ഉന്നതാധികാര സമിതിക്ക് കത്തയച്ചു ചീഫ് സെക്രട്ടറി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും 142 അടിയായി ഉയർന്നു. 2 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ഷഫീദ് റാവുത്തർ തത്സമയം തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു, ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അതിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ 142 അടിയിലെത്തിയിരിക്കുന്ന ജലനിരപ്പ് 152 അടിയാക്കാം എന്ന തമിഴ്നാടിന്റെ എക്കാലത്തെയും നിലപാട് അവർ ഒരിക്കൽ കൂടി ഉറച്ചു പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ വീണ്ടും 142 അടിയിലേക്ക് ജലനിരപ്പ് തമിഴ്നാട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കേരളം ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്? ഗുഡ് ഈവനിങ് അനുജ. ചില അടിയന്തര സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഇക്കാര്യത്തിൽ വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഉന്നതാധികാര സമിതിക്ക് ഒരു കത്ത് അത് നേരിട്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് മഴ കൂടാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എത്രയും വേഗം താഴ്ത്തിക്കൊണ്ടുവരാൻ ഉള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു കത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കേരളം കൈമാറുന്നത്. കത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് അണക്കെട്ടിന്റെ ഉള്ളിലേക്ക് വരുന്ന ജലത്തേക്കാൾ കൂടുതൽ ജലം ഓരോ ദിവസവും കൃത്യമായി പുറത്തേക്ക് ഒഴുക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, അണക്കെട്ടിന്റെ റൂൾ കർവ് നവംബർ 30 ശേഷം 142 അടിയാണ്. എന്നാൽ നവംബർ 30 തീയതി രാവിലെ 4 മണിക്ക് തന്നെ ജലനിരപ്പ് 142 അടിയിലെത്തിയതായി ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നവംബർ 30 രാവിലെ 8 മണിക്കാണ് മുല്ലപ്പെരിയാറിലെ 9 ഷട്ടറുകളും തുറന്നത്. ടണലിലൂടെ ഏതാണ്ട് 2300 ക്യൂസെക്സ് വെള്ളവും അണക്കെട്ടിലൂടെ ഏതാണ്ട് 4577.77 ക്യൂസെക്സ് വെള്ളവുമാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒഴുക്കിവിട്ടത്. പെട്ടെന്ന് ജലം ഒഴുക്കിവിട്ടതോടെ വണ്ടിപ്പെരിയാറിലടക്കം ജലനിരപ്പ് ഉയരുകയും ജനം പരിഭ്രാന്തിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ചില വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. കൂടാതെ ഷട്ടറുകൾ തുറന്ന് 5700 ക്യൂസെക്സ് വെള്ളം ഒഴുക്കിയതാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്നും ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി തമിഴ്നാട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എടുക്കണം എന്നുള്ളതാണ് കത്തിലെ പ്രധാന ആവശ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി ലഭിക്കുന്നതിനാൽ അണക്കെട്ടിലേക്ക് വരുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം നേരത്തെ തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമപ്പെടുത്തണം എന്നുള്ള ആവശ്യം അത് കേരളം ആവർത്തിക്കുന്നുമുണ്ട്. അനുജ, ശരി, അതാണ് 142 അടിയിലേക്ക് ജലനിരപ്പ് വീണ്ടും ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗുഡ് നൈറ്റ് ഷഫീദ്. ഇനി ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി ന്യൂസ് റൈറ്റ് പോകുന്നത്. കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നു ഹൈക്കോടതി. വാർത്തയിലേക്ക് എത്താം. ആദ്യം തലക്കെട്ട്. കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് ശിക്ഷാ ഇളവ് നൽകി ഹൈക്കോടതി. തടവ് ശിക്ഷ 10 വർഷമായി കുറച്ചു. പിഴയൊടുക്കേണ്ടത് 1 ലക്ഷം രൂപ. ഇടവക വികാരി എന്ന അധികാരം ഉപയോഗിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കുറ്റം ഒഴിവാക്കി. പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും നിലനിൽക്കും. കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളുമായ ശ്രീകാന്താണ് തത്സമയം ന്യൂസ് നൈറ്റ് ചെയ്യുന്ന. ശ്രീകാന്ത്, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇതിൽ കുറ്റങ്ങൾ, പോക്സോ കുറ്റം ഒപ്പം തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് പറയുന്നു. പക്ഷേ ശിക്ഷാ കാലാവധി ഇത്ര അധികം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, പിഴത്തുക കുറച്ചിരിക്കുന്നു, ഔദ്യോഗികമായി വികാരി എന്ന ആ പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പറയുമ്പോൾ എന്താണ് അതിനാധാരമായി കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? അനുജ, 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതെന്നാണ് ഈ കോടതി ഉത്തരവ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തേത്, ഈ 2019 ഒരു വിധി വന്നിരുന്നു. അതിൽ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രതിക്ക് 20 വർഷം വരെ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് 2016 അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അമെൻമെന്റ്, ഈ ആക്ട് അമെൻഡ് ചെയ്യുന്നതും പരമാവധി ശിക്ഷ 20 വർഷമായി ഉയർത്തുന്നതും. ഈ 2016 നടന്നതിനാൽ തന്നെ 2019 ആക്ട് ഈ റോബിൻ വടക്കംചേരിക്ക് ബാധകമാകില്ല എന്നുള്ളതാണ് പ്രതിഭാഗം ഉയർത്തിയത്. ഇത് സാങ്കേതികമായി ശരി തന്നെയാണ്, അത് കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇടവക വികാരി എന്ന രീതിയിലുള്ള അധികാരം ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയയാക്കി എന്നുള്ളതായിരുന്നു തലശ്ശേരി സെഷൻസ് കോടതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വാദം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഈ കോടതി ഒഴിവാക്കി. ഹൈക്കോടതി ആ വകുപ്പ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ചുമതലയുണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ ചുമതലയെ ദുരുപയോഗം ചെയ്ത് അദ്ദേഹം പീഡനം നടത്തി എന്നുള്ളത് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു വകുപ്പ് ഒഴിവാക്കുകയും ചെയ്തത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 20 വർഷം എന്നുള്ള ശിക്ഷ 10 വർഷമാക്കി കുറച്ചതും 10 ലക്ഷം രൂപ എന്നുള്ള പിഴത്തുക 1 ലക്ഷമാക്കി കുറച്ചതും. പക്ഷേ ഒരു കാര്യം കോടതി അതിൽ തീർത്തു പറയുന്നുണ്ട്, പോക്സോ കേസ് നിലനിൽക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. അതിനാൽ പോക്സോ കേസും ബലാത്സംഗ കേസും നിലനിൽക്കും. ഇത് രണ്ടും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ താൽക്കാലികമായെങ്കിലും സാങ്കേതികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടെങ്കിലും റോബിൻ വടക്കഞ്ചേരിക്ക് ആശ്വാസകരമായ വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ സ്വാഭാവികമായും അപ്പീൽ വേണമെങ്കിൽ പോകാനാകും. അത് ഒരുപക്ഷെ സർക്കാർ ചിന്തിക്കും, നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അത്തരത്തിലേക്ക് ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏവരും പ്രകടിപ്പിക്കുന്നത്. ഗുഡ് നൈറ്റ് ശ്രീകാന്ത്. വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ ഒരു പടി കൂടി കടന്നുള്ള പ്രതിഷേധത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നു. പള്ളികളിൽ വെള്ളിയാഴ്ച ബോധവത്കരണം നടത്താനുള്ള നീക്കം. അങ്ങനെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ലീഗ്. ഇത് വലിയ വിവാദമായി മാറി. ഈ വാർത്തയിലേക്കാണ് ഇനി ന്യൂസ് നൈറ്റ് പോകുന്നത്. ആദ്യം ഹെഡ്ലൈൻ. വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ പള്ളികളിൽ ബോധവത്കരണം നടത്താനുള്ള മുസ്ലിം ലീഗ് നീക്കം വിവാദത്തിൽ. തീരുമാനമെടുത്തത് മുസ്ലിം സംഘടനകളെന്ന് PMA സലാം. അത്യന്തം അപകടകരമായ നീക്കമെന്ന് CPIM. വഖഫ് ബോർഡിന്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ഊർജിതമാക്കി സർക്കാർ. വിഷയത്തിൽ വൈരാഗ്യബുദ്ധിയോടെയാണ് മുസ്ലിം സമുദായത്തോട് സർക്കാർ പെരുമാറുന്നത് എന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും PMA സലാം പ്രതികരിച്ചു. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ വിശ്വാസികളെ ബോധവത്കരിക്കും എന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിഷയത്തിൽ പള്ളികളിൽ പ്രചാരണം നടത്തുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നായിരുന്നു INLന്റെയും ഒപ്പം KT ജലീലിന്റെയും ആരോപണം. അപ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുന്ന, വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗിന് അത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളും അവരോടൊപ്പം നിൽക്കുന്നു. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. മതസംഘടനകളാണ് ഇത് നടക്കുന്നത്. പള്ളികൾ അവരുടേതാണ്. ഇത് മതവിഷയമാണെന്ന് അവർ ബോധ്യപ്പെട്ടാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല. അവർക്ക് ഇത് രാഷ്ട്രീയമായി തോന്നുന്നത് അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് അത്തരം ആളുകൾക്ക് കൂടി കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് നമ്മുടെ പള്ളിയിൽ ഒരു ബോധനത്തിന്റെ ആവശ്യം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ളൊരു വേദിയാക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ കേരളത്തിലുള്ള വിശ്വാസികളാവട്ടെ മറ്റു വിഭാഗങ്ങളാവട്ടെ അത് അനുവദിക്കാൻ പോകുന്നില്ല. ഇത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളികൾ വേദിയാക്കുന്നത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. അത് പല പള്ളികളിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഐക്യവും കൂട്ടായ്മയും നശിപ്പിക്കും. അതിലേക്ക് നമ്മളുടെ ആരാധനാലയങ്ങളെയും പള്ളികളെയും വഴി നടത്തരുത്. എന്താണ് ഈ വാർത്തയുടെ രാഷ്ട്രീയ പ്രാധാന്യം? മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി ചേരും ന്യൂസ് നൈറ്റിൽ. അഷ്കർ, ഗുഡ് ഈവനിംഗ്. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിലെ പ്രതിഷേധം കുറച്ചേറെ നാളായി ലീഗ് പൊതുവേദികളിൽ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മുസ്ലിം സംഘടനകൾ വിഷയം പള്ളികളിലൂടെ ഉന്നയിച്ച് ബോധവത്കരണം നടത്താനുള്ള നീക്കത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന ലീഗിന്റെ നീക്കവും വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് ലീഗ് ആവർത്തിച്ച് പറയുമ്പോഴും പക്ഷേ ഇതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം ലീഗിനുണ്ട് എന്ന ആരോപണത്തെ അവർ എപ്രകാരം പ്രതിരോധിക്കുന്നു? CPIM പറയുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നതാണ്. അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി എന്താണ്? അനുജ, വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പാണക്കാട് റഷീദ് അൽ ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി കൊണ്ടുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു സംയുക്ത യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ, മുസ്ലിം സംഘടനാ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കുമെന്നുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ കൂട്ടത്തിലാണ് 7-ാം തീയതി തിരുവനന്തപുരത്തും കോഴിക്കോടും വെച്ചുകൊണ്ട് വലിയ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും വരുന്ന വെള്ളിയാഴ്ച അഥവാ ഡിസംബർ 3 വെള്ളിയാഴ്ച പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വാസികളെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ ഈ നിയമനം അത് വിശ്വാസികളോടുന്ന വഞ്ചനയാണെന്നും ആ വഞ്ചന വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നായിരുന്നു നേതാക്കൾ വ്യക്തമാക്കിയ കാര്യം. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് KT ജലീലും INLും അതുപോലെ തന്നെ LDF കൺവീനർ A വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയുണ്ടായി. അതാ മുസ്ലിം ലീഗ് പള്ളികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത്
വലിയ തോതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് പോകരുത്. പള്ളികൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറണം എന്നതടക്കമുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ഈ ഭരണപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷ അനുകൂലിക്കുന്ന സംഘടനകളൊക്കെ ഉയർത്തി കാണിച്ചത്. എന്നാൽ ഇതിനെതിരെ മറുപടിയുമായി സമസ്ത അടക്കമുള്ള നേരത്തെ മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സംഘടനകൾ പങ്കെടുത്ത യോഗത്തിലുണ്ടായിരുന്ന സമസ്ത അടക്കമുള്ള നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതൊരിക്കലും രാഷ്ട്രീയമായ വിഷയമല്ല, മറിച്ച് വിശ്വാസികളെ സംബന്ധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് വിശ്വാസികളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് എല്ലാവരും സംയുക്തമായെടുത്ത ചേർന്നെടുത്ത തീരുമാനമാണത്. വെള്ളിയാഴ്ച പള്ളികളിൽ ബോധവൽക്കരണമായി അറിയിക്കുക തന്നെ ചെയ്യുമെന്ന് സമസ്ത നേതൃത്വം ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ച കാര്യങ്ങളായതുകൊണ്ട് അത് പള്ളികളോട് തന്നെ അറിയിക്കുകയും അത് വിശ്വാസികളെ ബോധവൽക്കരിക്കുകയും ചെയ്യും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ കീഴിലുള്ള ഒരു പള്ളികളിലും ഒരു വിവാദവും ഉണ്ടാവില്ല, ഒരു സംഘർഷ സാധ്യതയും ഉണ്ടാവില്ല എന്നുള്ളൊരു നിലപാടാണ് സമസ്ത നേതൃത്വം വ്യക്തമാക്കിയത്. മാത്രമല്ല PMA സലാം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ഈ വിശദീകരണമായി രംഗത്തെത്തുകയും ചെയ്തു. 16ഓളം സംഘടനകൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് താൻ ചെയ്തത്. മറ്റ് സംഘടനാ നേതാക്കളും എന്നോടൊപ്പം അതേ വാർത്താ സമ്മേളനത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലൊരിക്കലും മുസ്ലിം ലീഗിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മുസ്ലിം ലീഗ് ഈ സംഘടനാ യോഗത്തിൽ പങ്കെടുത്തത്. ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല ജലീലിൻ്റെ പരാമർശങ്ങളൊക്കെ പരിഹാസ്യ രൂപേണ തള്ളിക്കളയുകയാണ് PMA സലാം ചെയ്തത്. എന്തായാലും മുസ്ലിം സംഘടനാ നേതൃത്വം പ്രഖ്യാപിച്ച തീരുമാനം അത് മുസ്ലിം ലീഗിന് നേരെയുള്ള വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് പ്രതിക്കൂട്ടിലാകുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളെ ബോധവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമെന്ന് തന്നെയാണ് സമസ്ത നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ ഉള്ള ഒരു സംഘടന കൂടിയാണ് സമസ്ത. അതുകൊണ്ട് തന്നെ സമസ്ത ഈ നിലപാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബോധവൽക്കരണ പരിപാടികൾ നടക്കുകയും ചെയ്യും. അത് ഏതെങ്കിലും മറ്റൊരു തരത്തിലേക്ക് ദോഷകരമായി ബാധിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘർഷ സാധ്യതകൾ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണുള്ളത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു വിഷയം വലിയൊരു രാഷ്ട്രീയമായി മാറിയ സാഹചര്യത്തിലാണ് ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുള്ളത്. എന്തായാലും മുസ്ലിം സംഘടനകൾക്കിടയിൽ പോലും ഒരു വിഭാഗീയമായ സ്വരമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വഖഫ് ബോർഡ് PSCക്ക് വിട്ട അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ട ആ വിഷയം എത്തിയിരിക്കുന്നു. അനുജ, താങ്ക് യു അഷ്കർ. ഒരു സംഘർഷ സാധ്യതയിലേക്ക് ഇത് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് സർക്കാർ നൽകുന്നത്. സർക്കാരിന്റെ നീക്കം ഇനി എന്ത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാകും. അടുത്ത വാർത്തയിലേക്കാണ് ന്യൂസ് ലൈറ്റ് പോകുന്നത്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചേക്കും ഈ മാസം 15 മുതൽ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വൈകുമെന്ന തീരുമാനം. വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നു. ആദ്യം തലക്കെട്ട്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് വൈകും. ഈ മാസം 15-ന് സർവീസ് തുടങ്ങാനുള്ള തീരുമാനം വ്യോമയാന മന്ത്രാലയം മാറ്റി. വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ ക്വാറന്റീൻ കേന്ദ്ര നിർദ്ദേശപ്രകാരം ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ ഇളവുകൾ. വാർത്തയുടെ വിശദാംശവുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അബുജൻ ന്യൂസ് നൈറ്റിൽ ചേരുന്നു. നിതിൻ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ 15-ാം തീയതി എന്നുള്ള തീരുമാനം അത് വൈകും എന്നതിലേക്ക് എത്തിയിരിക്കുന്ന പുതിയ കോവിഡ് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മറ്റെന്തൊക്കെ കർക്കശമായ നിയന്ത്രണങ്ങൾ, തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? അനുജ, ഗുഡ് ഈവനിംഗ്. പ്രവാസികളടക്കം വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ മാസം 15-ാം തീയതിയോട് തന്നെ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനത്തെ നോക്കിക്കണ്ടത്. എന്നാൽ വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DGCA ഇങ്ങനൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കില്ല. ആഗോള സാഹചര്യം കൂടി പരിശോധിച്ച് മാത്രമേ അന്തിമ തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒമിക്രോൺ കൂടുതൽ രാജ്യങ്ങളിൽ സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് യോഗം ചേർന്നത്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നൽകിയ നിർദ്ദേശം ഉടൻ തന്നെ രാജ്യാന്തര വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്നാണ്. ആ ഒരു തീരുമാനത്തെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ DGCA ഇങ്ങനൊരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടത്. എന്തായാലും പല സംസ്ഥാനങ്ങളും ഇങ്ങനൊരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒമിക്രോൺ സ്ഥിരീകരിച്ച രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്നൊരു ആവശ്യം കഴിഞ്ഞ 2 ദിവസമായി ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. എന്നാൽ ഈ വർഷം ജൂലൈയോട് തന്നെ വിവിധ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എയർ ബബിൾ പാസഞ്ചർ സർവീസ് പുനരാരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും
കോവിഡ് ആശങ്ക ഒഴിഞ്ഞ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ വാക്സിൻ 2 ഡോസ് സ്വീകരിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ മാസം 15-ാം തീയതി മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നത്. ആ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ രാജ്യത്ത് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏറെ ആശ്വാസകരമാണ്. അതേസമയം ആഗോള സാഹചര്യം കൂടി പരിശോധിച്ച ശേഷം മാത്രമേ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. അനുജ, ശരി, രാജ്യം ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ്. ഗുഡ് നൈറ്റ് നിതിൻ അംബുജൻ. അല്പസമയം മുൻപ് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി ന്യൂസ് നൈറ്റ് പോകുന്നത്. പെട്രോളിയം ഉത്പന്നങ്ങൾ ഇപ്പോൾ GST പരിധിയിലാക്കാൻ കഴിയില്ല എന്ന് GST കൗൺസിൽ. കേരള ഹൈക്കോടതിയിൽ GST കൗൺസിൽ നിലപാട് വ്യക്തമാക്കി. കോവിഡ് കാലം എന്നതടക്കമുള്ള 3 കാരണങ്ങൾ നിരത്തിയാണ് പെട്രോളിയം ഉത്പന്നങ്ങൾ ഇപ്പോൾ GST പരിധിയിലാക്കാൻ കഴിയില്ല എന്ന് കൗൺസിൽ അറിയിച്ചത്. പെട്രോളിയം ഉത്പന്നങ്ങൾ ഇപ്പോൾ പ്രധാന വരുമാന മാർഗമാണെന്നും ഇക്കാര്യം സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളുടെയും ആലോചനകളുടെയും ആവശ്യമുണ്ടെന്നും കൗൺസിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ കൗൺസിലിന്റെ മറുപടിയിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കോവിഡ് കാലത്തും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് പെട്രോളിയം ഉത്പന്നങ്ങൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതിന് കൃത്യമായ മറുപടി പറയാൻ ഹൈക്കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ഡിസംബർ 2-ാം വാരം ഹർജി വീണ്ടും പരിഗണിക്കും. ഇന്ന് ലോക്സഭ പാസാക്കിയ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. വാടക ഗർഭധാരണ നിയന്ത്രണ ബില്ല് ലോക്സഭ പാസാക്കി. പണം നൽകിയുള്ള വാടക ഗർഭധാരണത്തിന് പൂർണ്ണ നിരോധനം. പരോപകാരം എന്ന നിലയിൽ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാകും അവസരം. വിവാഹിതരും 5 വർഷത്തെ ദാമ്പത്യം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് അനുമതി. ഗർഭധാരണത്തിന് സന്നദ്ധരായവർക്ക് പണം നൽകാൻ പാടില്ല. ആശുപത്രി ചെലവ് മാത്രം വഹിക്കാം. മറ്റൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനും പണം ഈടാക്കിയാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമുണ്ടാകുന്നു. BJPക്ക് ബദൽ പ്രതിപക്ഷ ഐക്യം. അതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് സജീവമായി തന്നെ. ആ വാർത്തയിലേക്കാണ് ഈ ന്യൂസ് നൈറ്റ് പോകുന്നത്. ആദ്യം ഹെഡ്ലൈൻ. കോൺഗ്രസിനെ കടന്നാക്രമിച്ച മമതാ ബാനർജി. UPA ചരിത്രമായെന്നും പോരാടാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ലെന്നും ശരത് പവാറിനെ കണ്ട ശേഷം മമതയുടെ പ്രതികരണം. പ്രക്ഷോഭത്തിനിടെ മരിച്ച കർഷകരുടെ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കിസാൻ സഭ. ഡൽഹിയിൽ നടന്ന ആ രാഷ്ട്രീയ നീക്കത്തിന്റെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ന്യൂസ് നൈറ്റ് ചേരുന്ന. ബൽറാം, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം. മമതാ ബാനർജി കഴിഞ്ഞ കുറച്ച് നാളുകളായി ചരടുവലികൾ നടത്തുകയാണ്. ഇന്നിപ്പോൾ ശരത് പവാറുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒരു കാരണവശാലും കോൺഗ്രസുമായി യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ദേശീയ തലത്തിൽ ഒരു മോദിക്ക് ബദൽ എന്ന തരത്തിലേക്ക് മമതാ ബാനർജി എന്ന നേതാവിന്റെ പ്രതിച്ഛായ എപ്രകാരമാണ്? അങ്ങനെ ഉയരാനുള്ള ഒരു സാധ്യത മമതാ ബാനർജിക്കുണ്ടോ? ഗുഡ് ഈവനിങ് അനുജ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ BJPക്കെതിരായ സഖ്യം എങ്ങനെയായിരിക്കും എന്നതാണ് മമതാ ബാനർജി ഇന്ന് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് മുംബൈയിൽ. അതായത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ നേതൃത്വത്തിൽ ഒരു ബദൽ സംവിധാനം, ബദൽ സഖ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരത്തെ ബംഗാളിൽ BJPയെ വലിയ തോതിൽ തകർത്ത ശേഷം ഡൽഹി സന്ദർശനത്തിനെത്തിയ മമതാ ബാനർജി കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സഖ്യം ദേശീയ തലത്തിൽ BJPക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് തൻ്റെ ശ്രമം എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ മമത സ്വയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നായിരുന്നു രാഷ്ട്രീയ വായനകൾ. ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് മമതാ ബാനർജി മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്നത്. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മമതാ ബാനർജി എന്താണ് UPA എന്നും UPA ചരിത്രമായിരിക്കുന്നു എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനങ്ങളും ഉന്നയിച്ചിരിക്കുന്നു. നിലവിൽ രാജ്യത്ത് ഫാസിസ്റ്റെ ചെറുക്കാൻ ഒരു സംവിധാനമില്ല. നിലവിലുള്ള സംവിധാനത്തിന് അതിനുള്ള ശേഷിയില്ല. BJPയെ രാജ്യത്തു നിന്നും രാഷ്ട്രീയമായി പുറത്താക്കേണ്ടതുണ്ട്. അതിന് കളത്തിൽ ഇറങ്ങി തന്നെ പോരാടണം. അതിനുള്ള ശേഷി നിലവിലുള്ള സംവിധാനത്തിനില്ല എന്നും തൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു സഖ്യ രൂപീകരിക്കുമെന്നും മമത വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ട് വിദേശത്ത് കറങ്ങി നടന്നതുകൊണ്ട് രാജ്യത്ത് ഫാസിസ്റ്റെ ഇല്ലാതാക്കാനാകില്ല എന്ന പരാമർശവും മമത നടത്തിയിരിക്കുന്നു. കൂടാതെ കോൺഗ്രസിന് ബംഗാളിൽ മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് ഗോവയിൽ മത്സരിച്ചുകൂടാ എന്ന ചോദ്യവും മമത കോൺഗ്രസിനെ എതിരെ വിമർശനമായി
ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഈ ശരത് പവാറുമായി നടത്തിയ ചർച്ചകളിൽ മമത ഇക്കാര്യം ഉന്നയിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ശരത് പവാർ ആകട്ടെ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സഖ്യം പ്രായോഗികമല്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ശരത് പവാർ ദേശീയ തലത്തിൽ തന്നെ BJPയെ ചെറുക്കാനുള്ള സഖ്യം രൂപീകരിക്കാൻ ധാരണയായി എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ മാറ്റി നിർത്തി തൻ്റെ നേതൃത്വത്തിൽ UPAയിൽ നിലവിലുള്ള വലിയ കക്ഷികളെ ഉൾപ്പെടെ തൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു സഖ്യം രൂപീകരിക്കാനും സ്വയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരാനുമുള്ള ലക്ഷ്യമാണ് മമത മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിന് പുറത്ത് മറ്റ് 5 സംസ്ഥാനങ്ങളിലേക്ക് കൂടി തൃണമൂൽ കോൺഗ്രസ് വ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങൾ മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അനുജ. ശരി, ഗുഡ് നൈറ്റ് ബൽറാം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കാൻ കഴിയുന്ന നീക്കം, അതിന് തുടർ വാർത്തകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഇനി പാർലമെന്റിൽ ഇന്ന് എന്ത് സംഭവിച്ചു? ആ വാർത്തയിലേക്കാണ് ആദ്യം വാർത്താ തലക്കെട്ട്. MP-മാരുടെ സസ്പെൻഷൻ വിഷയത്തിൽ തുടർച്ചയായ 3-ാം ദിനവും രാജ്യസഭ സ്തംഭിച്ചു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ച് രാഷ്ട്രപതി ഡാം സേഫ്റ്റി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭാ നടപടികളുമായി സഹകരിച്ച് പ്രതിപക്ഷം. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിംഗ്. ഇന്നിപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷം തുടർച്ചയായ ബഹളം വെച്ചു. പക്ഷേ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം സഹകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത് എന്താണ്? ആദ്യ 2 ദിവസത്തേതിന് സമാനമായി 3-ാം ദിവസവും പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. പ്രക്ഷുബ്ധമായ പാർലമെന്റ് വിവിധ ഘട്ടങ്ങളിൽ ഇരുസഭകളും സമ്മേളിച്ചെങ്കിലും മറ്റു നടപടികളിലേക്ക് കടക്കാതെ രാജ്യസഭയും ഉച്ചയ്ക്ക് ശേഷം നിയമനിർമ്മാണ പ്രക്രിയ മാത്രം പൂർത്തിയാക്കിക്കൊണ്ട് ലോക്സഭയും പിരിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായത്. 12 MP-മാരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകില്ല എന്ന് ഭരണ പ്രതിപക്ഷ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇന്നത്തെ നടപടികൾ സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. സഭയ്ക്കുള്ളിലും വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ഇന്നും സാക്ഷ്യം വഹിച്ചത്. ഈ 12 MP-മാരെയും സസ്പെൻഷൻ പിൻവലിച്ച് സഭയിലേക്ക് തിരികെ എത്തിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടുത്തളത്തിലിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സാഹചര്യങ്ങൾ വളരെ മോശമാകുന്ന വിധത്തിലേക്ക് പോയ ഘട്ടത്തിൽ പലപ്പോഴും ചെയറിന്റെ ഭാഗത്ത് നിന്ന് അച്ചടക്ക നടപടിയിലേക്ക് കടക്കും എന്ന വിധത്തിൽ പോലും സൂചനകൾ ഉണ്ടായി. ഇന്ന് രാവിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ 12 MP-മാരും അവരുടെ ധർണാ സമരം ആരംഭിച്ചു. രാവിലെ സഭ സമ്മേളിക്കുന്ന ഘട്ടം മുതൽ തന്നെ സഭ അവസാനിക്കുന്ന സമയം വരെയാണ് ഈ ധർണ തുടർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള ഇടത് പക്ഷ MP-മാരായിട്ടുള്ള എളമരം കരീമും ബിനോയ് വിശ്വവും ഒരു വിധത്തിലും തങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് രാധാകൃഷ്ണൻ. നമ്മൾ അടുത്ത വാർത്തയിലേക്കാണ് പോകുന്നത്. പെട്രോളിയം ഉത്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു കൗൺസിൽ. ഒപ്പം തന്നെ ഇന്ന് ഗാർഹിക സിലിണ്ടറിന്റെ പാചകവാതകം വില വർദ്ധിപ്പിക്കാതെ പക്ഷേ വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാർത്തയിലേക്ക് പോകുന്നു. ആദ്യം തലക്കെട്ട്. പെട്രോളിയം ഉത്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ എതിർപ്പറിയിച്ച് കൗൺസിൽ. പെട്രോളിയം ഉത്പന്നങ്ങൾ പ്രധാന വരുമാന മാർഗമെന്നും GST ബാധകമാക്കാൻ കഴിയില്ലെന്നും വിശദീകരണം. അതൃപ്തി അറിയിച്ച ഹൈക്കോടതി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൽ വിലവർധനയുണ്ടാകുന്നില്ല. പക്ഷേ ആ വിലവർധന കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വലിയ വർധനയുണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ എപ്രകാരമാണ് വാണിജ്യ സിലിണ്ടറിന് വിലവർധനയുണ്ടായത് എന്നത് നമ്മൾ വളരെ വേഗം പരിശോധിക്കുന്നു. ജൂലൈ 1 മുതലുണ്ടായ വിലവർധന എപ്രകാരമാണ് എന്നത്. 2021 ജൂലൈ 1-ന് 84 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അങ്ങനെ സിലിണ്ടറിന്റെ വില, അതായത് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില 1550 രൂപയായി മാറുന്നു. തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 1-ാം തീയതി ആകുമ്പോൾ വീണ്ടും വിലവർധനയുണ്ടാകുന്നു. അത് 73 രൂപയുടെ വർധനയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സിലിണ്ടറിന് 1623 രൂപയായി മാറുന്നു. സെപ്റ്റംബറിലും വലിയ വർധനയുണ്ടാകുന്നു. അത് 74 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ വാണിജ്യ ആവശ്യത്തിനുള്ള ഒരു സിലിണ്ടറിന്റെ വില 1692.5 രൂപയായി മാറുന്നു.
ഒക്ടോബർ ആകുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാസം വീണ്ടും വിലവർധന, അത് വലിയ വിലവർധനയാണ് ഉണ്ടാകുന്നത്. 35 രൂപ 50 പൈസ തുടർച്ചയായി വർദ്ധിപ്പിക്കുന്ന എല്ലാ മാസവും വിലവർധനയുണ്ടാകുന്ന കാഴ്ച. അങ്ങനെ അത് 2000-ലേക്ക് അടുക്കുന്നു. 1728 രൂപയാകുന്നു. നവംബർ 1 ആകുമ്പോൾ കഴിഞ്ഞ മാസം 268 രൂപ എന്ന ഏറ്റവും കൂടിയ വിലയിലേക്ക് അത് പോവുകയാണ്. സിലിണ്ടറിന് 1996 രൂപ. ഡിസംബർ 1 ആകുമ്പോൾ 101 രൂപ, അതായത് ഇന്ന് ഉണ്ടായ വർധന 101 രൂപയാണ് സിലിണ്ടറിന് വില. ഇപ്പോൾ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടർ ഒന്നിന് വില 2097 രൂപ, 2000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 24 ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ന്യൂസ് നൈറ്റിൽ. ഉന്മേഷ്, ഗുഡ് ഈവനിങ്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ, വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരു ദിവസം തന്നെ സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇപ്പോഴും പുതിയ വാർത്തകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പെരിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറാനുള്ള സാധ്യതയാണോ നാളെ പത്രത്തിൽ? ഗുഡ് ഈവനിങ് അനുജ. സൂചിപ്പിച്ച പോലെ തന്നെ പെരിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. CPI-ന്റെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ അറസ്റ്റിലാകുന്നു. CBI ഈ നീക്കം നടത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം പേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നാം പേജ് വാർത്തകളായി നാളെ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ എന്നുള്ള വാർത്ത ചിത്രം സഹിതം നാളെ മലയാള പത്രങ്ങൾ ഒന്നാം പേജിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ ചില പത്രങ്ങളിലെങ്കിലും അത് ലീഡ് വാർത്തയായി മാറാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് കൊട്ടിയൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ടാണ്. റോബിൻ വടക്കഞ്ചേരിക്ക് ഹൈക്കോടതി ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നു. അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതും നമ്മൾ ഒന്നാം പേജിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള പത്രങ്ങളിൽ. മുല്ലപ്പെരിയാറിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്ന ഒരു വാർത്ത, ജലനിരപ്പ് താഴ്ത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നതാധികാര സമിതിക്ക് കേരളം കത്തു നൽകിയ വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം 142 അടിയിലേക്ക് വീണ്ടും ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഷട്ടറുകൾ 2 തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങനെ മുല്ലപ്പെരിയാർ വാർത്തയുടെ സമഗ്ര വിവരങ്ങളും നാളെ മലയാള പത്രങ്ങൾ നൽകും. ഈ കേരളം കത്തയച്ചത് ലീഡ് ചെയ്തുകൊണ്ടൊരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് GST കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാണ് കൗൺസിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതിക്ക് കൗൺസിലിന്റെ ഈ മറുപടിയിൽ പൂർണ്ണ തൃപ്തിയില്ല. ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകാനുള്ള നിർദ്ദേശം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്ത കൂടി നമ്മൾ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 101 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൽ വില വർധനയില്ല, പക്ഷേ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിൽ വർധനയുണ്ട്. ഈ വില വർധനവിന്റെ വാർത്ത നമ്മൾ ഒന്നാം പേജിൽ തന്നെ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള പത്രങ്ങളിൽ. കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് രാജ്യം പിന്നോട്ട് പോവുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. ഒരുപക്ഷെ ഒന്നാം പേജിൽ തന്നെ അത് ഇടം പിടിക്കുകയും ചെയ്യും. ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വർത്തമാനം ഇന്ന് വന്നത് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നാണ്. ശരത് പവാറിനെ സന്ദർശിച്ച ശേഷം UPA എന്നുള്ളത് ചരിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. UPA സഖ്യത്തിന്റെ ഭാഗമാകില്ല എന്ന് പറയുകയും ഒപ്പം കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയും ചെയ്യുന്നു മമതാ ബാനർജി. അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയെ നാളെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ രാജ്യസഭാ സ്തംഭനം തുടർച്ചയായ 3-ാം ദിവസവും തുടരുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. എംപിമാരുടെ സസ്പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട. അതേസമയം ലോക്സഭയിലാകട്ടെ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്തു. അങ്ങനെ ആ പാർലമെന്റ് വാർത്ത ചിത്രം സഹിതം നാളെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ രാഷ്ട്രീയ നീക്കത്തിനെതിരെ CPIM രംഗത്തെത്തുന്നതും ഇന്ന് കേരളം കണ്ടു. പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ നീക്കം ലീഗ് നടത്തുമ്പോഴാണ് അത് ശരിയല്ല, അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നീക്കമാണെന്നുള്ള CPIM-ന്റെ രാഷ്ട്രീയ പ്രതികരണം പുറത്തുവരുന്നത്. ഈ വഖഫ് വിഷയം നാളെ മലയാള പത്രങ്ങളിൽ ഒരു വാർത്തയെ തന്നെ നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മലയാള സിനിമാ രംഗത്തെ നിർമ്മാതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ചില നിർമ്മാതാക്കളുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നിരുന്നു. അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ വാർത്തയും നാളെ മലയാള പത്രങ്ങൾ നൽകും. അട്ടപ്പാടിയിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ നമ്മളടക്കം തുടർച്ചയായ വാർത്തകൾ നൽകുന്നുണ്ട്, പരമ്പരകൾ നൽകുന്നുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് കൈമാറിയിരിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആംബുലൻസാണ്. ഒപ്പം ഈ വിഷയത്തിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറും. റോഡുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മിഷൻ PWനെ കുറിച്ചാണ്. റോഡുകളുടെ പരിപാലനത്തിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ബോർഡുകളൊക്കെ ആ റോഡ് വക്കിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്ന് കൂടി മന്ത്രി പറഞ്ഞു വെച്ചിരുന്നു. ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കുമെന്നാണ് നമ്മൾ
പ്രതീക്ഷിക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ആലപ്പുഴ നൂറനാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവേക്ക് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസിന് അവർ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു. ഈ പ്രതിഷേധത്തിന്റെ ചിത്രം സഹിതം ഈ കേരളയിൽ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. കായികം പേജിലേക്ക് എത്തുകയാണെങ്കിൽ സന്തോഷ് ട്രോഫി യോഗ്യതാ റൗണ്ടിൽ കേരളം ആദ്യ മത്സരത്തിനിറങ്ങിയ ദിവസമാണ്. ലക്ഷദ്വീപിനെതിരെ കേരളത്തിന് മികച്ച വിജയ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കായികം പേജിൽ ഈ വാർത്ത കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനുജ, ഗുഡ് നൈറ്റ് ഉന്മേഷ്. ഇനി ന്യൂസായിട്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്കാണ് പോകുന്നത്. കുറ്റവും ശിക്ഷയും. യുവതിയുടെ നഗ്ന ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സജി എലിമണ്ണിലിനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 11ാം പ്രതിയാണ് സജി. CPIM ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാക്കളും ഉൾപ്പെടെ 12 പേരാണ് കേസിലെ പ്രതികൾ. ഗോകുൽ രവിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുൽ, ഗുഡ് ഈവനിംഗ്. എന്താണെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി? അറസ്റ്റിലായ ആളുടെ വിവരങ്ങൾ? CPIM പ്രവർത്തകയായിരുന്ന വീട്ടമ്മയെ പീഡിപ്പിച്ച് നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് ഇപ്പോൾ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കേസിലെ 11ാം പ്രതിയായ സജി എലിമണ്ണിലിനെയാണ് ഇന്ന് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആകെ 12 പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ CPIM DYFI പ്രവർത്തകരാണ്. 1ാം പ്രതിയായ കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി CC സജിമോൻ, 2ാം പ്രതി DYFI പ്രവർത്തകനായ നേതാവായ നാസർ. ഇവർ രണ്ടുപേരും ചേർന്നാണ് തന്നെ പീഡിപ്പിച്ചതും ദൃശ്യങ്ങൾ പകർത്തിയതെന്നുമാണ് ഈ പരാതിക്കാരിയുടെ മൊഴി. അതോടൊപ്പം തന്നെ 10 പേർ, ബാക്കിയുള്ള 12 പ്രതികളിലെ 10 പേർ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് ഈ വീട്ടമ്മ മൊഴി നൽകിയിരിക്കുന്നത്. ഇവരുടെ രഹസ്യമൊഴി ഇന്നലെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇതോടൊപ്പം പലരുടെയും ഈ പ്രതികൾ ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ടവർ ലൊക്കേഷനും ഫോൺ രേഖകളും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ശനിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെയും ഒരു പ്രതിയെ മാത്രമാണ് പോലീസിന് പിടികൂടാനായിട്ടുള്ളത്. ബാക്കി പ്രതികളെ DYFI CPIM നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഭവത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ഗോകുൽ രവി. അങ്ങനെ ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.